Good morning. Today going to talk about sanctions. Public relation എന്നുള്ള സബ്ജക്റ്റിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാങ്ഷൻസ് IPRA members shall upholding the code of ethics agree to abide and help enforce the disciplinary procedure in International Public Relations Association. IPRA എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പബ്ലിക് റിലേഷൻ അസോസിയേഷൻ ആണ്. അത് ചില സാങ്ഷൻസ് നമുക്ക് ചില ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അത് ലംഘിച്ചു കഴിഞ്ഞാൽ, ആ ചട്ടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്കതിനായിട്ടുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. ത്രൂ ദ സെവറൽ PR കോഡ് എത്തിക്സ് മോസ്റ്റ് ഓഫ് ദ വോളണ്ടറി ഇൻ നേച്ചർ. അപ്പോൾ അത് എല്ലാതും സ്വയം ചെയ്യുന്നതാണ്, നമ്മൾ ഒരാൾ നിർബന്ധമില്ല. പക്ഷെ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി, അതിന് പണിഷ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും. ദ എത്തിക്കൽ കോൺസെപ്റ്റ് ഓഫ് ട്രൂത്ത് ആൻഡ് റൈറ്റ്നെസ് ഷുഡ് ബി ഗൈഡിങ് പ്രിൻസിപ്പിൾ ഫോർ ദ പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ നീതിപൂർവമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി CV നരസിംഹ റെഡ്ഡി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പർപ്പസ് ഓഫ് പബ്ലിക് റിലേഷൻ ടു ഏൺ ഗുഡ് വിൽ ഓഫ് ദ പബ്ലിക് ഓർ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ഇൻകംബന്റ് അപ്പോൺ ദ PR പ്രൊഫഷണൽ ടു മേക്ക് ഡിസിഷൻ ഓൺ ദ ഡിസമിനേഷൻ പബ്ലിക് ഇൻഫർമേഷൻ. തെറ്റായ രീതിയിൽ ഒരു കാരണവശാലും അത് അവതരിപ്പിക്കാനായിട്ട് പാടില്ല. അത് പബ്ലിക് റിലേഷൻ ഇൻഫർമേഷൻസ് ഫോളോ ചെയ്യേണ്ട 5 കൺസിഡറേഷൻസ് ഉണ്ട്. ട്രൂത്ത്, പബ്ലിക് ഇൻട്രസ്റ്റ്, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, പേഴ്സണൽ ബിഹേവിയർ ആൻഡ് കോർപ്പറേറ്റ് കൾച്ചർ. അത് ഫോളോ ചെയ്തിട്ട് മാത്രമേ എന്ത് ന്യൂസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. PR എത്തിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് പ്രൊഫഷണലിസം ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ സർവീസ് ആൻഡ് ടെക്നിക്കൽ സ്കില്ല്, അതിൽ പ്രൊഫഷണലിസം ഫോളോ ചെയ്യണം. എത്തിക്സ് ഇൻ പബ്ലിക് റിലേഷനിൽ എത്തിക്സ് ഫോളോ ചെയ്യുക, കോർപ്പറേറ്റ് എത്തിക്സ് ഫോളോ ചെയ്യുക, അതൊക്കെ മസ്റ്റായിട്ട് അതിനുള്ള സാങ്ഷൻ ഉണ്ട്. അതല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അനുവാദമുണ്ട്. അതല്ലാതെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പെനാൽറ്റിയും കാര്യങ്ങളും നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് വരുന്നത് പെയ്ഡ് ന്യൂസ്. മീഡിയ വിച്ച് നോൺ ആസ് ദ 4th പില്ലർ ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ 4ാമത്തെ തൂണായിട്ടാണ് മീഡിയനെ കാണുന്നത്. ആക്ട് ഫോർ പബ്ലിക് ട്രസ്റ്റ്, അത് പൊതു വിശ്വാസം ഉണ്ട്. ന്യൂസ് ആൻഡ് സ്റ്റോറീസ് പബ്ലിഷ് ഇൻ ദ മീഡിയ ബിലീവ്ഡ് ടു ബി ഇമ്പാർഷ്യൽ, കറക്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി. നമ്മൾ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസുകളൊക്കെ എന്തായിരിക്കണം? ഇമ്പാർഷ്യൽ ആയിരിക്കണം, ആരോടും പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കണം, ട്രസ്റ്റ്വർത്തി ആയിരിക്കണം. അൺലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്, നോ പേസ് ആൻഡ് മീഡിയ പബ്ലിഷിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ഒബ്ജക്റ്റീവ് ന്യൂസ്. ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ മീഡിയയിൽ ഒരു ന്യൂസും കൊടുക്കാനായിട്ട് പാടില്ല. അവർ സം മീഡിയ ഓർഗനൈസേഷൻ പബ്ലിഷിംഗ് ഓർ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ഫേവർ ഓഫ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ കോർപ്പറേറ്റ് ഫോർ മോണിറ്ററി കോൺസെൻട്രേഷൻ. ഒരു കാരണവശാലും പണവുമായി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് കൊടുക്കാനായിട്ട് പാടില്ല. ഇൻ അതർ വേർഡ്സ്, പെയ്ഡ് ന്യൂസ് അഡ്വർടൈസ്മെൻറ്റ് ഷേപ്പ് ദ ന്യൂസ്. അതായത് പെയ്ഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് അതിനനുകൂലമായ രീതിയിൽ ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഗൈഡൻസ് സേസ് ന്യൂസ് ഷുഡ് ബി ക്ലിയർലി ഡെമോക്രാറ്റഡ് ഫ്രം അഡ്വർടൈസ്മെൻറ്റ് ബൈ പ്രിൻറ്റിംഗ് ഡിസ്ക്ലെയിമേഴ്സ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ് ബൈ പബ്ലിക്കേഷൻസ്. അത് നിർബന്ധമായിട്ട് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. Then as far as news is concerned, it must be carry credit line should be typos would distinguish the advertisement. അത് അഡ്വർടൈസ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പെയ്ഡ് ന്യൂസ് പലപ്പോഴും നമ്മൾ എഡിറ്റോറിയൽ കണ്ടൻറ്റൊക്കെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. പെയ്ഡ് ന്യൂസ് അഫക്റ്റ് ദ ഇമ്പാർഷ്യാലിറ്റി ടു മീഡിയ. ഇറ്റ് ഗിവ്സ് ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ ടു ദ പബ്ലിക്. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് പബ്ലിക്കിന് കൊടുക്കുന്നത്. പെയ്ഡ് ന്യൂസ് പബ്ലിക് ഡിസൈൻ ടു അച്ചീവ് സർട്ടൺ ഔട്ട്കം ഓഫ് എൻറ്റിറ്റി. ഒരു പ്രത്യേക ഔട്ട്കം ലഭിക്കാൻ വേണ്ടി, അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ കൊടുക്കുന്നത്. ജേർണലിസത്തിൽ ട്രൂത്ത്, ഫെയർനെസ്, ഒബ്ജക്റ്റിവിറ്റി, ആക്യുറസി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇൻപാർഷ്യാലിറ്റി, ഇത് മെയിനായിട്ടുള്ള ഫോളോ ചെയ്യേണ്ട എത്തിക്സാണ്. PR കോഡ് ഓഫ് എത്തിക്സ് അക്രോസ് ദ ഗ്ലോബ്, അത് ലോകം മുഴുവനായിട്ടുള്ള ഒരു എത്തിക്സിൻ്റെ സിസ്റ്റമാണ്. Next, envelope journalism. Envelope journalism is a term coined to denote the practice of bribing the journalist for favorable media coverage. Bribe is offered hard cash or other material incentives to journalism. Envelope journalism എന്ന് പറഞ്ഞാൽ ബ്രൈബ് ചെയ്യുക, കൈക്കൂലി കൊടുക്കുകയാണ്. ഇത് ബ്രൈബ് ഹാർഡ് ക്യാഷായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലായിട്ടോ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. During the cooperative press events and press conference, reporters given money to suppress negative news and highlight the positive one. നെഗറ്റീവ് ന്യൂസ് സപ്രസ് ചെയ്യാനായിട്ടും പോസിറ്റീവ് വണ്ണ് കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രസൻറ്റ് ചെയ്യാനും വേണ്ടി, ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എൻവലപ്പ് ജേർണൽസ്, അതായത് കവറിൽ പൈസയായിട്ട് കൊടുക്കുന്നതാണ്.
then practice considered to be unethical because of the affect the neutrality of a media. മീഡിയയെ ന്യൂട്രലായിട്ട് പറയുന്ന ആ സിറ്റുവേഷന് എതിരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ന്യൂസ് സ്റ്റോറീസ് ജനറേറ്റഡ് ത്രൂ ദ സച്ച് മീൻസ് അഫക്റ്റ് ദ റൈറ്റ് ഒപ്പീനിയൻ ബിൽഡിംഗ്. അത് റൈറ്റ് ഒപ്പീനിയൻ ബിൽഡിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് പെയ്ഡ് അപ്പിയറൻസ് ആണ്. പെയ്ഡ് അപ്പിയറൻസ് പ്രാക്ടീസ് പേയിങ് മണി ടു ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ അപ്പിയറിംഗ് ദ ടി വി പ്രോഗ്രാം. അതായത് ടി വി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് പങ്കെടുക്കുന്ന ഇതാണ് പെയ്ഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് എത്തിക്സ് ആൻഡ് പൊളിറ്റീഷ്യൻ ഓപ്പൺ യൂസ് ടെക്നിക് അപ്പിയർ ടു പോപ്പുലർ ടി വി. പോപ്പുലർ ടി വി ഷോയിൽ ഇവർ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരിതുപോലെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പങ്കെടുക്കാറുണ്ട്. പാനൽ ഡിസ്കഷൻ, ടോക്ക് ഷോ, ഇൻ്റർവ്യൂ പ്രോഗ്രാംസ്, പ്രൊമോട്ട് ഓർഗനൈസേഷൻ തംസെൽസ്, ഇതൊക്കെ ഇതുപോലെ ചെയ്യുന്നതാണ്. ദ സ്പോക്ക് പേഴ്സൺ ഓർ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ കമ്പനി അപ്പിയേഴ്സ് ബിഹാഫ് ഓഫ് ദ കമ്പനി റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ പങ്കെടുക്കുന്നു. സച്ച് പ്രാക്ടീസ് പ്രൊമോട്ട് ദ അൺഡിസേർവിങ് പേഴ്സൺസ് ആൻഡ് ഓർഗനൈസേഷൻ ടു പോപ്പുലർ ചാനലിൽ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ദ പ്രൊമോഷൻ മെസ്സേജ് കവേർഡ് ന്യൂസ് വിച്ച് ഹയർ ക്രെഡിബിലിറ്റി. അങ്ങനെയാണെങ്കിലും പ്രൊമോഷൻ മെസ്സേജ് ആണെങ്കിലും ഹയർ ക്രെഡിബിലിറ്റി അതിന് ലഭിക്കുന്നുണ്ട്, വിശ്വാസ്യത ലഭിക്കുന്നുണ്ട്. അത് ടി വി പ്രോഗ്രാം ഡെലിവേഴ്സ് മെസ്സേജ് തേർഡ് പാർട്ടി വിത്തൗട്ട് മെൻഷനിങ് അബൌട്ട് ദ പെയ്ഡ് അപ്പിയറൻസ്. ആ പെയ്ഡ് അപ്പിയറൻസ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് കാണിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ കോഡ് ഓഫ് എത്തിക്സിന് എതിരാണ്. നെക്സ്റ്റ് സ്പെഷ്യൽ സപ്ലിമെൻറ്റ്. എ സ്പെഷ്യൽ സപ്ലിമെൻറ്റ് അഡീഷൻ പബ്ലിക്കേഷൻ ഓഫ് ന്യൂസ് പേപ്പർ, മാഗസിൻസ് വിച്ച് ന്യൂസ് ആർട്ടിക്കിൾ ഓർ പെർട്ടിക്കുലർ തീം ഓഫ് ടോപ്പിക്. ഇനി വരുന്നതാണ് സ്പെഷ്യൽ സപ്ലിമെൻറ്റ്. നമ്മൾ പ്രത്യേക സപ്ലിമെൻറ്റുകളിൽ കൊടുക്കുക, അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ടി വി പ്രോഗ്രാമായിട്ടൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ സ്പെഷ്യൽ സപ്ലിമെൻറ്റ് യൂഷ്വലി കവർ ദ പെർട്ടിക്കുലർ ടോപ്പിക് നമുക്ക് റിയൽ എസ്റ്റേറ്റ്. നമ്മൾ സപ്ലിമെൻറ്റുകളൊക്കെ വായിക്കുന്നത് നമ്മളൊരു പുതിയതായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് വിവരങ്ങൾ അറിയണം. അത് ചിലപ്പോൾ പെയ്ഡ് ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാകും. പ്രൈമറി പർപ്പസ് സ്പെഷ്യൽസ് ആൻഡ് അട്രാക്ട് അഡ്വർടൈസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹിയർ ദി സപ്ലിമെൻറ്റ് കവർ പ്രൊമോഷൻ മെറ്റീരിയൽസ്. അതിൻ്റെ കൂടെ നമ്മൾ സപ്ലിമെൻറ്റിൻ്റെ കൂടെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സ്പെഷ്യൽ സപ്ലിമെൻറ്റ് റിയൽ എസ്റ്റേറ്റ് മേ കവർ ആർട്ടിക്കിൾ അബൌട്ട് റിയൽ എസ്റ്റേറ്റ് ട്രെൻഡ് ഇൻ ദ റീജിയൻ. അതൊരു റിയലായിട്ടുള്ള ഒരു ട്രെൻഡ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ ആർട്ടിക്കിൾസൊക്കെ ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ ഓൾസോ കവർ ദ ഫീച്ചേഴ്സ് ഓഫ് ആർട്ടിക്കിൾ പ്രൊജക്റ്റ് ബൈ എ പെർട്ടിക്കുലർ അഡ്വർടൈസർ ആൻഡ് അഡ്വർടൈസർ റിയൽ എസ്റ്റേറ്റ് കമ്പനീസ്. അവർ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ കൂടെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഉള്ള സത്യസന്ധമായ ന്യൂസ് പ്രസൻറ്റ് ചെയ്യാനാണ് അത് ചെയ്യുക. പക്ഷേ പലപ്പോഴും അത് എന്ത് ചെയ്യുന്നു, സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റായിട്ട് മാറുന്നു. കാർഡിയോളജി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹാൻഡിൽ പ്രോപ്പർലി ദ എത്തിക്കലി സപ്ലിമെൻറ്റ് കുഡ് ബി ഗുഡ് പി ആർ വെഹിക്കിൾ. അതായത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു സിസ്റ്റം, ഇപ്പോൾ ഇവിടെ കാർഡിയാക്ക് ഹോസ്പിറ്റലിൽ അവിടെ കാർഡിയോ ടെക്നോളജി ഉണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഫീച്ചർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെക്കുറിച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ജനറൽ റീഡർ ക്യാൻ ഹാർഡ്ലി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ദിസ്. അപ്പോൾ ഒരു സാധാരണ റീഡർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ന്യൂസ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളൊരിക്കലും അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ അഡ്വർടൈസ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് സപ്ലിമെൻറ്റ് കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, താങ്ക് യു.